വളവൊക്കെ തിരിഞ്ഞ് കയറുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് വരണം. പിന്നെ ഈ റോഡാണേലും കുറച്ച് കട്ടറൊക്കെയാണ് കേട്ടോ, എന്നുവെച്ചാൽ കുണ്ടും കുഴികളൊക്കെ ഇട്ട് ഒത്തിരി നാൾ മുമ്പേ ചെയ്തിട്ടിരുന്നൊരു വഴിയാണ് അത്. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല കട്ടറുണ്ട് കേട്ടോ ഇവിടെ. ഓടിക്കുമ്പം കുറച്ച് ശ്രദ്ധിച്ച് ഓടിക്കണം. പിന്നെ നമ്മളിപ്പം കയറി പോകുന്ന അവിടെ ഒരു ഹമ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഇടത്ത് സൈഡിലേക്കാണെങ്കിൽ നല്ല കുഴി പോലെ കിടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സൈഡ് ചേർത്ത് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയത്. നമുക്കല്ലാതെ ഒറ്റയ്ക്ക് കയറി പോകാൻ പറ്റില്ല. കയറിപ്പോയ ഗ്രൗണ്ടിച്ച് തുടക്കക്കാർക്ക് വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. കാരണം ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ വണ്ടി ഓടിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് റോഡിൽ ഓടിക്കാൻ പറ്റും കേട്ടോ. മാക്സിമം ഇങ്ങനത്തെ സ്ഥലമൊക്കെ കിട്ടുവാണെങ്കിൽ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഓടിക്കാൻ. വണ്ടി ഫ്രണ്ടിലേക്ക് തള്ളിയാനും ബാക്കിലേക്ക് എടുക്കാനും ഒക്കെ കാലുകൊണ്ട് ഉരുട്ടി പഠിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ പയ്യൊക്കെ ഓടിച്ച് പഠിക്കുന്ന ടൈമിൽ നമുക്കിങ്ങനെ കാല് തൂക്കിയിട്ടിട്ടൊക്കെ ഇങ്ങനെ കുറേ റൗണ്ട് എടുത്തൊക്കെ പഠിക്കുകയാണെങ്കിൽ വളവുകളൊക്കെ നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. കുറേ പ്രാവശ്യം റൗണ്ട് അടിക്കണം. ഇത്രയും വലിയ ഗ്രൗണ്ടുകളൊക്കെ കിട്ടുമ്പോഴേ നമ്മൾ റൗണ്ട് എടുത്ത് പഠിക്കണം കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ ഈ കുഞ്ഞി കല്ലുകളുടെ ഇടയിൽ കൂടെയൊക്കെ കാലൊക്കെ എടുത്ത് വെച്ച് നല്ലതായിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒക്കെ സ്ഥലം കിട്ടുകയാണെങ്കിൽ ആയിട്ട് പ്രയോജനപ്പെടുത്തുക. അടിപൊളിയായിട്ട് നമുക്ക് പിന്നെ റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റും. തുടക്കക്കാർക്ക് എന്നുവെച്ചാൽ ബാലൻസ് ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇങ്ങനത്തെ സ്ഥലം.